നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ സ്റ്റഡീസിലെ യൂനിസ് ഡി സൂസയുടെ ഒരു പോമാണ് അഡ്വൈസ് ടു വിമൻ. സോ യൂനിസ് ഡി സൂസ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പോയിറ്റാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, അക്കാഡമീഷ്യനാണ്. വളരെ ഷാർപ്പായിട്ട് മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഐറോണിക് പോയട്രി എഴുതുന്നതിലാണ് ഇവരുടെ പ്രത്യേകതയുള്ളത്. അതായത് വളരെ ഷോർട്ട് പോംസാണ് ഇവർ എഴുതുന്നത്. മുംബൈയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ് അവർ. കണ്ടംപററി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് റോളാണുള്ളത്. ജെൻഡർ, റിലേഷൻഷിപ്സ്, സൊസൈറ്റിയൽ നോംസ്, അതുപോലെ തന്നെ വിമൻ ഇൻ എ പേട്രിയാർക്കിക്കൽ സൊസൈറ്റി, ഇതൊക്കെയാണ് ഇവരുടെ തീംസ് ആയിട്ട് വരുന്നത് വർക്ക്സിനകത്ത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള അഡ്വൈസ് ടു വിമൻ എന്നുള്ള ഈ ഒരു പോം നമുക്ക് നോക്കാം. അപ്പം കീപ് ക്യാറ്റ്സ് ഇഫ് യു വോണ്ട് ടു ലേൺ ടു കോപ്പ് വിത്ത് ദി അദർനെസ് ഓഫ് ലവേഴ്സ്. പോയിട്ട് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റ്സിനെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്യാറ്റ്സിനെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ടീച്ച് വിമൻ ഹൗ ടു ഹാൻഡിൽ ദി അദർനെസ് ഓഫ് ലവേഴ്സ്. അദർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലവേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ക്യാറ്റ്സ് ആണ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേൾഡിലാണ് ഇവർ താമസിക്കുന്നത്. നമുക്കൊരിക്കലും ക്യാറ്റ്സിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ജീവിയാണ് ക്യാറ്റ്സ്. അപ്പം നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോസ്, ഇൻസ്റ്റയിലുള്ള വീഡിയോസിലൊക്കെ കാണാം, ക്യാറ്റ് എന്ന് പറഞ്ഞ ഡോഗ്സിനെ പോലെയല്ല. ഡോഗ്സ് ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആൻഡ് എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കുമെങ്കിലും ക്യാറ്റ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് ഭയങ്കര ഒരു അറഗൻ്റായിട്ടും നമ്മളിങ്ങനെ പുറകെ പോയാലും അത് നമ്മളുടെ അടുത്തോട്ട് അധികം സ്നേഹം കാണിക്കാത്ത രീതിയിലൊക്കെ ചില ക്യാറ്റ്സിന് ഇരിക്കുന്നതാണ്. അപ്പം ലവേഴ്സിനെ ഇവിടെ ക്യാറ്റ്സിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ എപ്പോഴും ക്യാറ്റ്സിനെ വളർത്തി ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലവേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡ്സിൻ്റെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു അദർനെസ് ഓഫ് ദി ക്യാറ്റ്സ് അല്ലെങ്കിൽ അദർനെസ് ഓഫ് ലവേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദർനെസ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ലവേഴ്സിനെ ക്യാറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്തു. ക്യാറ്റ്സിനൊരു ഇൻഡിപെൻഡൻറ്റ് വേൾഡിലാണുള്ളത്. അവരാരെയും മൈൻഡ് ചെയ്യത്തില്ല. അവരെ എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റില്ല. അതുപോലെ തന്നെയാണ് ലവേഴ്സ്. സോ ആ ഒരു റിലേഷൻഷിപ്സിലുള്ള ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ ഒരു തീമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാൾ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര കോൾഡ് ആൻഡ് ഇൻഡിഫറൻ്റ് ആയിട്ട് മാറുമായിരിക്കും. മറ്റേ ആൾക്ക് വിഷമം ആ സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നും. അപ്പോൾ ഈ ക്യാറ്റ്സിനെ വളർത്തുന്നവർക്കാണെങ്കിൽ, ക്യാറ്റ്സിനെ വളർത്തുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. ദെൻ അദർനെസ് ഇസ് നോട്ട് ഓൾവേസ് നെഗ്ലക്റ്റ് എന്നാണ് അടുത്ത ലൈൻ പറയുന്നത്. ഈ ലൈൻ ക്ലാരിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് സമ്മൺ അല്ലെങ്കിൽ സംതിങ് ഈസ് ഡിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് ആൻഡ് അതിൻ്റെ മീനിങ് അവർ നമ്മളെ മനഃപൂർവ്വം നെഗ്ലക്റ്റ് ചെയ്യുകയാണ് എന്നല്ല. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് പേഴ്സണൽ സ്പേസ് ബിറ്റ്വീൻ ദ ടു ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ രണ്ടുപേരും തമ്മിലൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അതായത് ഒരു കൈൻഡ് ഓഫ് സ്പേസ് ഉണ്ടായിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം റിലേഷൻഷിപ്സിൽ. അല്ലെങ്കിൽ എപ്പോഴും ടൂ മച്ച് ഓഫ് ഇൻറ്റിമിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ശല്യം പോലെ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പം അതായത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെന്നല്ല. അദർനെസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം, ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ സ്പേസ് റിലേഷൻഷിപ്സിൽ ഉണ്ടായിരിക്കണം, അതാണെങ്കിലും പെണ്ണാണെങ്കിലും. ഓക്കെ, ദെൻ ക്യാറ്റ്സ് റിട്ടേൺ ടു ദെയർ ലിറ്റർ ട്രേസ് വെൻ ദേ നീഡ് ടു. അതായത് ഇത് വീണ്ടും ആളുകളെ അല്ലെങ്കിൽ ലവേഴ്സിനെ ക്യാറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ക്യാറ്റ്സിന് അവരുടേതായിട്ടുള്ള റിഥംസ് അല്ലെങ്കിൽ നീഡ്സ് വേണം. അതായത് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ലവേഴ്സ് എന്ന് പറയുന്നത് വിൽ റിട്ടേൺ വെൻ ദേ ചൂസ്. നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളായിട്ട് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് നമ്മുടെ ലൈഫിലോട്ട് ഒരാളെയും. അപ്പോൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് റിട്ടേൺ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർ റിട്ടേൺ ചെയ്യും. അതായത് ക്യാറ്റ്സ് എങ്ങനെയാണോ അവരുടെ ലിറ്റർ ട്രേസിലടുത്തോട്ട് ഫുഡ് ട്രേഡ് അടുത്തോട്ട് റിട്ടേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ആരെന്ന് പറയുന്ന ലവേഴ്സും. സോ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് വേണം. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരാളെ ചുറ്റി മാത്രം ഇങ്ങനെ ഒരു ലോകം ഉണ്ടാവരുത്. അതായത് ഇപ്പം ഒരു രണ്ട് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളുടെ ലൈഫ് മറ്റൊരാളെ മാത്രം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതായി കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരുന്നത്. സോ ദർ ഷുഡ് ബി ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇഫ് ദി അതർ പേഴ്സൺ ഈസ് നെഗ്ലക്റ്റിംഗ് യു ഡസൻറ്റ് മീൻ ദാറ്റ് അവർ മനഃപൂർവ്വം ചെയ്യുന്ന ആവണമെന്നില്ല. ദേ ആർ ആക്ച്വലി സീക്കിംഗ് ഔട്ട് ഫോർ എ പേഴ്സണൽ സ്പേസ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, അങ്ങനെ ആയിട്ട് കരുതണം. പിന്നെ ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന സമയത്ത് അവർ തിരികെ വരട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഡോണ്ട് കസ് ഔട്ട് ഓഫ് ദി വിൻഡോ അറ്റ് ദെയർ എനിമീസ്. അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ഫൈറ്റ് ചെയ്യത്തില്ലേ, നമ്മുടെ ലവേഴ്സിൻ്റെ ബാറ്റിൽസ് ആണെങ്കിലും നമ്മൾ ഈ അൺനെസസറി ആയിട്ടുള്ള അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ റിലേഷൻഷിപ്സിൽ ഒഴിവാക്കുക. നമ്മൾ വെറുതെ അത് വെറും യൂസ്ലെസ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇമോഷണൽ ചലഞ്ചസ്, ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ചലഞ്ചസ് വരുമ്പം നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ റെസ്പെക്റ്റ് കീപ്പപ്പ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ചെയ്ത് പഴിചാരി നിൽക്കാതെ നമ്മൾ നമ്മുടെ ഒരു ഡിഗ്നിറ്റി കീപ്പപ്പ്
ഷാർപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. 5th ലൈനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ് സ്റ്റെയർ ഓഫ് പെർപെക്ച്വൽ സർപ്രൈസ് ഇൻ ദോസ് ഗ്രേറ്റ് ഗ്രീൻ ഐസ് വിൽ ടീച്ച് യു ടു ഡൈ എലോൺ. പോയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസാണ്. അതായത് ഒരു വല്ലാത്തൊരു ഒരു ഭയങ്കര ഒരു ബ്ലണ്ടായിട്ടുള്ളൊരു ഷാർപ്പായിട്ടുള്ളൊരു ട്രൂത്തിനെ കുറിച്ചാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അതായത് ക്യാറ്റിൻ്റെ ഇൻഡിഫറൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്യാറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതാണ് അതിൻ്റെ ഗ്രീൻ ഐസ് കൊണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനൊരു ലോൺലിനെസ് വേണം, അല്ലെങ്കിൽ അത് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളെ ഇന്ന് വ്യൂ ചെയ്യുവാണ്. അപ്പോൾ ഡൈ എലോൺ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അല്ലേ, മറ്റേ ആളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ എന്താണ്, നമുക്കൊരു സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വേണം. അൾട്ടിമേറ്റ്ലി വി ഷുഡ് ആക്ച്വലി എന്താ പറയുക, റിയലൈസ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെപ്പോഴും എലോൺ ആയിരിക്കും. നമ്മുടെ ഇമോഷൻസും നമ്മുടെ പ്രൈവറ്റ് സ്പേസും നമ്മുടെ തോട്ട്സും നമ്മുടെ മൈൻഡുമായിട്ട് നമ്മളെപ്പോഴും എലോൺ ആയിരിക്കും. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ക്യാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര സർപ്രൈസോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ഐസോട് കൂടി നമ്മളെ ചിലപ്പോൾ വാച്ച് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ അതായത് ഒറ്റയ്ക്ക് മാറി നിന്ന് അവർ ചിലപ്പോൾ നമ്മളെ ഒന്ന് സ്റ്റെയർ ചെയ്യും അല്ലെങ്കിൽ ഗെയ്സ് ചെയ്യും. ആ ഒറ്റയ്ക്ക് മാറി എന്നുള്ള നോട്ടം അല്ലെങ്കിൽ അതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് മരിക്കുന്നത്. അതായത് ഈ ഡെത്ത് എന്ന് പറയുന്ന ടൈം നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പവർഫുൾ റിമൈൻഡർ ആയിട്ടാണ് ഈ പോം ക്ലോസ് ചെയ്യുന്നത്. അതായത് സെൽഫ് ഇമ്പോർട്ടൻസ് ഒരു റിലേഷൻഷിപ്പിൽ ക്രൂഷ്യലാണ്, എസ്പെഷ്യലി ഫോർ വിമൺ. അതായത് സ്ത്രീകളെ എന്താണ്, നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആളുകളാണ് ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേലികെട്ട് നമ്മൾ തന്നെ തീർക്കണം ഒരു റിലേഷൻഷിപ്പിൽ. അത് ഇവിടെ ക്യാറ്റ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, തീംസ് വരുന്നതെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി സ്ത്രീകൾക്ക് ഉണ്ടാവണം. ഇമോഷണൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും വേറെ ഏത് ഫിനാൻഷ്യൽ ആയിട്ടുണ്ടാണെന്നുണ്ടെങ്കിലും നമ്മളൊരാളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യരുത്. പിന്നെ റിലേഷൻഷിപ്സിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും. ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഡസൻ മീൻ എപ്പോഴും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല. സ്പേസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്പേസ് എസെൻഷ്യലാണ്. പിന്നെ സോളിറ്റ്യൂഡിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്കായാലും നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിലങ്ങ് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ആനിമൽസിൽ നിന്നുള്ള വിസ്റ്റം, അതായത് ആനിമൽസിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും കണ്ടുപഠിക്കാനുണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാറ്റിനെ ഒരു മെറ്റഫറായിട്ട് എടുത്തിട്ട് ക്യാറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത്, അതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ലവേഴ്സിനെയും കാണേണ്ടതെന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള പോമാണെങ്കിലും ഭയങ്കര ഡീപ്പായിട്ടുള്ള മെസ്സേജും ആണ് ഇതിനകത്ത്. നമുക്ക് ഒരു ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിനകത്ത് ആര് പറയുന്നത്, നമ്മുടെ പോയറ്റായിട്ടുള്ള യൂനിസ് ഡിസൂസ പറയുന്നത്.